നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് തുലാവർഷത്തിന് മുന്നോടിയായി മഴ കനക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ മഴ മുന്നറിയിപ്പ്. കായംകുളം പ്രവാസി ചാരിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. ചാരിറ്റി വാർഷികത്തോടനുബന്ധിച്ചാണ് വീട് നിർമ്മിച്ചു നൽകിയത്. സൗദി അറേബ്യയിലെ ദമാമിലുള്ള കായംകുളം നിവാസികളുടെ കൂട്ടായ്മയാണ് കായംകുളം പ്രവാസി ചാരിറ്റി. മത്സ്യം വില കുറച്ച് വിൽക്കുന്നതിലെ പക, യുവാവിനെ വീട് കയറി ആക്രമിച്ചു. ശാസ്താംകോട്ട ഭരണിക്കാവിൽ മത്സ്യവിൽപ്പന നടത്തുന്ന കണ്ണനാണ് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് തുലാവർഷത്തിന് മുന്നോടിയായി മഴ കനക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് നിന്നും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ പൂർണ്ണമായും പിൻവാങ്ങുമെന്നാണ് പ്രതീക്ഷ. തുലാവർഷത്തിന്റെ വരവറിയിച്ചുള്ള മഴയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പരക്കെ ലഭിക്കുന്നത്. തുലാവർഷത്തിനുള്ള അന്തരീക്ഷ ഘടകങ്ങൾ അനുകൂലമാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നലിനോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. തെക്കൻ കേരളത്തിൽ മഴ കൂടുതൽ ശക്തമാകും. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ നിലവിലുള്ള ചക്രവാത ചുഴി കന്യാകുമാരി തീരം വഴി തെക്ക് കിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിൽ കേരള തെക്കൻ കർണാടക തീരത്തിന് സമീപം ഞായറാഴ്ചയോടെ എത്തിച്ചേർന്ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കും. ഒപ്പം കാലവർഷത്തിന്റെ വിടവാങ്ങലും തുലാവർഷത്തിന്റെ തുടക്കത്തെയും സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ മഴയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ചക്രവാത ചുഴി കന്യാകുമാരി തീരം വഴി തെക്ക് കിഴക്കൻ അറബിക്കടലിലേക്ക് കടക്കുന്നതോടെയാണ് തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്. കായംകുളം പ്രവാസി ചാരിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. ചാരിറ്റിയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വീട് നിർമ്മിച്ചു നൽകിയത്. സൗദി അറേബ്യയിലെ ദമാമിലുള്ള കായംകുളം നിവാസികളുടെ കൂട്ടായ്മയാണ് കായംകുളം പ്രവാസി ചാരിറ്റി. മരിച്ചതിനാണല്ല നീയാണ് മുസ്ലിമേ, ഫാസിസ് തടവറയാൻ അടിമയായി നിൽപ്പൂനി. സൗദി അറേബ്യയിലെ ദമാമിൽ സേവനമനുഷ്ഠിക്കുന്ന കായംകുളം നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ കായംകുളം പ്രവാസി ചാരിറ്റിയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് വീടിന്റെ താക്കോൽ കൈമാറിയത്. അഭയം ചാരിറ്റിയുടെ അപേക്ഷ പരിഗണിച്ചായിരുന്നു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത്. ഇതിന്റെ ഭാഗമായി നടത്തിയ സമ്മേളനം പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യൻ അവന്റെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതാണ്. മനസ്സുകൊണ്ടല്ല, അല്ലെങ്കിൽ നാവിലൂടെ ഈ ശബ്ദം വന്നെങ്കിലും നാവല്ല അവിടെ പ്രവർത്തിച്ച ഹൃദയത്തിൽ നിന്നുള്ള ശബ്ദമാണ് നമ്മൾ കേട്ടത്. എത്രയെത്ര കഷ്ടതകൾ, എത്രയെത്ര പ്രതിസന്ധികൾ, അതെല്ലാം നേരിട്ട് സ്വന്തമായി കഠിന പ്രയത്നം ചെയ്ത് സ്വന്തമായി കരുതലായി ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരവസ്ഥയെത്തിയപ്പോൾ ഒന്നും മറന്നില്ല. തൻ്റെ ജന്മസ്ഥലത്തെ മറന്നില്ല, ഈ കായംകുളത്തെ മറന്നില്ല, ബന്ധുമിത്രാദികളെ മറന്നില്ല, അയൽക്കാരെ മറന്നില്ല, ഈ നാടിനെ മറന്നില്ല എന്നുള്ളതാണ് എവിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ മഹത്വം. പ്രവാസി ചാരിറ്റി ചെയർമാൻ എബി ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മൾ തവണ വ്യവസ്ഥയിൽ അവർക്കൊരു ആ രോഗികൾക്ക് മാത്രം തവണ വ്യവസ്ഥയിൽ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് മരുന്നുകൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. ഇത് കൂടാതെയാണ് എല്ലാ വർഷവും നമ്മൾ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ളൊരു പദ്ധതി കൂടി ഞങ്ങളൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി കഴിഞ്ഞ 3 വർഷം കൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ 4ാമത്തെ വീടാണ് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. തൃശൂർ ചേറൂർ ഓംനിസ്റ്റ് സൊസൈറ്റി അധ്യക്ഷൻ സ്വാമി ആത്മദാസ് യമി, സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എ താഹ മുസലിയാർ, ഓർഫനേജ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാദർ സോനു ജോർജ് എന്നിവർ ചേർന്നാണ് വീടിന്റെ താക്കോൽ കൈമാറിയത്. നഗരസഭാ കൗൺസിലർമാരായ ഷാമില സിയാദ്, അൻഷാദ് വാഹിദ്, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരായ അഡ്വക്കേറ്റ് യേശുജി, പാലമുറ്റത്ത് വിജയകുമാർ, വള്ളികൾ റസാക്ക്, കെ പി മോഹൻദാസ്, ഫാദർ ഫിലിപ്പ് ജമ്മത്ത് കളത്തിൽ, ഷാനവാസ്, അൻവർ, മുഹമ്മദ് ഷമീർ, സിയാദ് കോട്ടയിൽ എന്നിവർ പങ്കെടുത്തു. അൽഹംദുലില്ലാ, ഞാൻ ആദ്യം പടച്ചവനോട് നന്ദി പറയുന്നു. പിന്നെ
വസ്തു മേടിച്ച് തന്ന ഷെരീബിക്കടുത്തും വീട് വെച്ച് തന്ന എബിക്കടുത്തും എല്ലാവർക്കും വേണ്ടി എൻ്റെ വിഷമങ്ങൾ കണ്ട സിയാദ്, അൻഷാദ് എല്ലാവർക്കും വേണ്ടി ഞാൻ പടച്ചവനോട് ദുആ ചെയ്യുന്നു. എനിക്ക് ഒരുപാടൊന്നും സന്തോഷമായി. ഒരുപാട് വിഷമിച്ച് നടന്ന സമയത്ത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇതായതിനകത്തെല്ലാം എനിക്ക് നല്ല സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം. മത്സ്യം വില കുറച്ച് വിൽക്കുന്നതിലെ പക യുവാവിനെ വീട് കയറി ആക്രമിച്ചു. ശാസ്താംകോട്ട ഭരണിക്കാവിൽ മത്സ്യവില്പന നടത്തുന്ന കണ്ണനാണ് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ 4ഓടെയായിരുന്നു സംഭവം. നീണ്ടകരയിൽ നിന്നും മത്സ്യമെടുക്കാൻ വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്ന കണ്ണനെ 2-അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷമായിരുന്നു ആക്രമണം. തടയാൻ ശ്രമിച്ച കണ്ണന്റെ ഭാര്യയ്ക്കും മർദ്ദനമേറ്റു. മത്സ്യം വില കുറച്ച് വിൽക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. യുവാവിനെ വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. ഭരണിക്കാവിൽ മത്സ്യവില്പന നടത്തുന്ന ശാസ്താംകോട്ട മനക്കര കുഞ്ഞാറ്റക്കൂട് വീട്ടിൽ കണ്ണനാണ് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. നീണ്ടകരയിലേക്ക് മത്സ്യമെടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയായിരുന്ന കണ്ണനെ 2-അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷമായിരുന്നു ആക്രമണം. തടയാൻ ശ്രമിച്ച കണ്ണന്റെ ഭാര്യയ്ക്കും മർദ്ദനമേറ്റു. ഞാനിന്ന് രാവിലെ മീനെടുക്കാൻ വേണ്ടി ഞാൻ നീണ്ടകരയിൽ നിന്ന് പോയി മീനെടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്നൊരു വ്യാപാരിയാണ്. രാവിലെ മീനെടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒളിഞ്ഞിരുന്ന 2 പേര്, അതായത് ആദ്യം ഒരാൾ ഒരു കമ്പി, ഒരു ഷോക്ക് അബ്സറിൻ്റെ, ഒരു ബൈക്കിൽ ഷോക്ക് അബ്സറിൻ്റെ കമ്പിയായിട്ട് എന്നെ അടിക്കാൻ വന്നു. അയാളെ തടയുന്ന സമയത്ത് മറ്റേ ആൾ എൻ്റെ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ചിട്ട് 2 പേരോട് എന്നെ ആക്രമിച്ച്. അപ്പം വൈഫ് ഓടി വന്ന്, എൻ്റെ വൈഫുണ്ടായ വൈഫ് ഓടി വന്ന് അത് തടഞ്ഞു മാറ്റാൻ നോക്കിയപ്പം എന്നെയും അടിച്ച് വൈഫിനും അടി കിട്ടി. സാരമായി പരിക്കേറ്റ കണ്ണൻ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിന്നെ അവനെ കൊല്ലടാന്ന് പറഞ്ഞുകൊണ്ട് അടി തുടങ്ങി. അപ്പോൾ ഞാൻ തലയ്ക്കടി കിട്ടാതിരിക്കാൻ വേണ്ടി കുറേ കൈ കൊണ്ടൊക്കെ തടഞ്ഞ് എല്ലാം കുറേ അധികം സേവ് ചെയ്തു. എങ്കിലും ഇടയ്ക്ക് കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് കൈ ഫുള്ളായിട്ട് അടിച്ച് നശിപ്പിച്ച്, കാല് എൻ്റെ ഒരു വിരലിന് പൊടിയുണ്ട്. പിന്നെ മൃഗീയട്ടനെ അടിച്ച് പിന്നെ അവിടെ കിടന്ന് വൈഫ് കിടന്ന് നിലവിളിക്കുന്ന കണ്ടുകൊണ്ട് അടുത്തുള്ള ആൾക്കാർ ലൈറ്റ് ഇട്ടുന്നത് ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് ഇവരിറങ്ങി ഓടി. പോയ വഴിക്ക് അവരുടെ കയ്യിൽ നമ്മൾ പിടിച്ചു വാങ്ങിച്ച ഒരു കമ്പി, ഉപയോഗിച്ച കമ്പിയും പിന്നെ ഒരു വടിവാള്, അത് പിന്നെ എന്നെ അടിച്ച പെപ്പർ സ്പ്രേ, ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഞാനിപ്പം ശാസ്താംകോട്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കിടക്കുകയാണ്. സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ശാസ്താംകോണം വഞ്ചിപ്പെട്ടി ഐക്കോട്ട് റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. 80 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പുനലൂർ ശാസ്താംകോണം വാർഡിൽ പതിറ്റാണ്ടുകളായുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലായിരുന്നു റോഡ്. ഞങ്ങൾ ഇത് ഒരുപാട് കാലം കൊണ്ട് ഇത് ശ്രമിക്കുമായിരുന്നു. ഇന്ന് കെട്ടിക്കിട്ടാനെ കൊണ്ട് ഞങ്ങൾ RDOയ്ക്കും മുനിസിപ്പാലിറ്റി പിന്നെ RD ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഭൂപാൽ സാറിന് എല്ലാം കൊടുത്തു. പിന്നെ ശ്രീജയുടെ നിരന്തരമായ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കിതിപ്പോൾ കെട്ടിക്കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശ്രീജയോട് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾക്കുള്ള മരണഭീഷണിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തന്നില്ല. ഞങ്ങൾ വീട് വിറ്റിട്ട് പോകണമെന്നുള്ള മഴ പെയ്താൽ ഞങ്ങൾക്ക് ഇതിനകത്ത് കിടക്കാനെ കൊണ്ട് പേടിയായിട്ട് ഞങ്ങൾ എത്ര ദിവസം അപ്പുറത്തെ വീട്ടിലോട്ട് ഞങ്ങൾ അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. ഞാൻ പേടിച്ച് ചേട്ടനോട് പറയാം അവിടെ പോയി പേടിച്ച് ഇരിക്കണ്ടെന്ന് പറയും. അങ്ങനെ വളരെ ഉപകാരം. വാർഡ് കൗൺസിലർ MLAക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് അനുവദിച്ച 80 ലക്ഷം രൂപയുടെ നിർമ്മാണമാണ് നടന്നുവരുന്നത്. 8 മീറ്റർ വീതിയിലും 60 മീറ്റർ നീളത്തിലുമാണ് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം. PWDക്കാണ് നിർമ്മാണ ചുമതല. പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് വിപുലമായ ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുകയാണെന്ന് വാർഡ് കൗൺസിലർ ശ്രീജ പ്രസാദ് പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾക്ക് ഇവിടെ ഒരു 80 ലക്ഷം രൂപയുടെ ഒരു MLAയുടെ ഫണ്ടായിരുന്നു അനുവദിച്ചിരിക്കുന്നത്. നമ്മൾ കയറിയ സമയത്ത് കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു ഇവിടെ ഈ ഒരു ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാം എന്നുള്ളത്. 80 ലക്ഷം രൂപയുടെ വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏകദേശം ഇത് 8 മീറ്റർ താഴ്ചയും 60 മീറ്റർ നീളത്തിലുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേക MLAയോട് നന്ദി പറയുന്നുണ്ട്. ഇവിടുത്തെ ആളുകളെല്ലാം വളരെയധികം ഭീതിയോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇത് ഇടിഞ്ഞ് വീഴാവുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് നമുക്കിത് ഈ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞു. ഇതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് MLA കണ്ട് നമ്മൾ നിവേദനം കൊടുക്കുകയും അത് കൃത്യമായിട്ട് അത് ഇടപെട്ടുകൊണ്ട്
ഫണ്ട് അനുവദിക്കുകയും ചെയ്ത MLAക്ക് ഒരു 100 വട്ടം നന്ദി രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലത്ത് കാഷ്യൂ കോൺക്ലേവ് സംഘടിപ്പിച്ചു. കശുവണ്ടി മേഖലയിലെ വികസനവും നവീകരണവും ലക്ഷ്യമിട്ടാണ് കോൺക്ലേവ് നടത്തിയത്. ജനപ്രതിനിധികൾ, വ്യവസായികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കശുവണ്ടി മേഖലയിലെ വികസനവും നവീകരണവും ലക്ഷ്യമാക്കിയാണ് കാഷ്യൂ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന കോൺക്ലേവ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വരുന്ന ശേഷിക്കുന്ന 6 മാസത്തേക്കുള്ള കോൺക്ലേവ് അല്ല, 2031 എന്ന് പറഞ്ഞാൽ 75 വർഷം കേരളം പൂർത്തീകരിക്കാൻ പോകും. അപ്പോൾ ഈ മേഖല എങ്ങനെയായിരിക്കണം? അപ്പൊ ഈ 4.5 വർഷം നിങ്ങളിതൊന്നും ചർച്ച ചെയ്തില്ലേ എന്ന ചോദ്യം ചോദിക്കാൻ യഥാർത്ഥത്തിൽ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഗവൺമെന്റ് തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത കാര്യങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയി ലക്ഷ്യം കാണുക എന്നതാണ് ഈ ഗവൺമെന്റിൽ അർപ്പിതമായ ഉത്തരവാദിത്വം എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോ ആദ്യം പരിശോധിച്ചൊരു ഭാഗം എങ്ങനെ ഈ മേഖലയിൽ നിന്ന് രക്ഷപ്പെടുന്നു. മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. കശുവണ്ടി വ്യവസായ രംഗത്തെ പ്രതിസന്ധികൾ മറികടക്കാനും തൊഴിൽ സാധ്യതകൾ വിപുലീകരിക്കാനുമായാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. മന്ത്രിമാർ, MP-മാർ, MLA-മാർ, വ്യവസായ രംഗത്തെ പ്രമുഖർ, കശുവണ്ടി മേഖലയിലെ സംരംഭകർ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ജില്ലാ ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനം 26-ന് കരുനാഗപ്പള്ളിയിൽ നടക്കും. സമ്മേളനത്തിന്റെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. ജയപ്രകാശ് കൺവീനറായാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. കൊല്ലം ജില്ലാ ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനം 26-ന് കരുനാഗപ്പള്ളി ടൗൺ ക്ലബിലെ V ദിവാകരൻ നഗറിൽ നടക്കും. സമ്മേളനത്തിന്റെ വിജയത്തിനായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR വസന്തൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യമായത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ പണിഞ്ഞ് സാധനം ഉണ്ടാക്കി വിൽക്കുന്ന കുറവല്ലേ, റെഡിമെയ്ഡ് വാങ്ങിക്കും. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ പ്രദേശത്തും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവർ ഉണ്ടാക്കുന്ന 90% സാധനങ്ങൾ മെക്കനൈസ്ഡാണ്. അതുപോലെ തന്നെ സ്വാഭാവികമായി 1-2 സ്വർണ്ണപ്പണിക്കാരൊരു സാമാന്യ കച്ചവടം നടക്കുന്ന ഒരു സ്റ്റോറിൽ വേണം. അവിടെ സ്ത്രീകൾ പഴയത് കൊണ്ടുവരുമ്പോൾ അതൊക്കെ ഒന്ന് ഉരുക്കി അതിൻ്റെ മാറ്റങ്ങൾ ഒന്ന് നോക്കി കൊടുക്കാൻ, അവർ കൊണ്ടുവരുന്ന ഇവിടുന്ന് തന്നെ വാങ്ങിച്ചതോ അല്ലാത്തതോ ആയ സാധനം കൊണ്ടുവരുമ്പോൾ വിളക്കി പിടിച്ചോ കൊടുക്കാൻ, അതല്ലെങ്കിൽ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു പണികൾക്ക് 1-2 ആളുകൾ ഒരു ഷോറൂമിൽ വേണം എന്നുള്ളതിനപ്പുറം മുമ്പെല്ലാം ഏത് കടകളിലായാലും ഇങ്ങനെയാണ്. പക്ഷേ മെക്കനൈസേഷൻ പാടില്ല നമുക്ക് പറയാൻ പറ്റും. എല്ലാ രംഗത്തും യന്ത്രവൽക്കരണം നടക്കുകയാണ്. സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അനിൽകുമാർ, CITU ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി B സജീവൻ, BA ബ്രിജിത്ത്, ജഗദീഷ്, ഓമനക്കുട്ടൻ, സുമേഷ് കുമാർ, സുധീന്ദ്രനാഥ്, ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ചെയർമാനായി T മനോഹരനെയും കൺവീനറായി ജയപ്രകാശിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓൺലൈൻ ലോഞ്ചിംഗ് നടത്തി. OV വിജയന്റെ നോവലിനെ ആസ്പദമാക്കി ദീപൻ ശിവരാമൻ തയ്യാറാക്കിയ ഖസാക്കിന്റെ ഇതിഹാസം നാടകത്തിന്റെ ഓൺലൈൻ പാസുകളുടെ ലോഞ്ചിംഗ് ആണ് നടത്തിയത്. ഡിസംബർ 27 മുതൽ 30 വരെ കരുനാഗപ്പള്ളിയിലാണ് നാടകം അവതരിപ്പിക്കുന്നത്. OV വിജയന്റെ നോവലിനെ അടിസ്ഥാനമാക്കി നാടക പ്രവർത്തകൻ ദീപൻ ശിവരാമൻ തയ്യാറാക്കിയ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നാടകം ഡിസംബർ 27 മുതൽ 30 വരെ കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കും. നാടകത്തിന്റെ പ്രവേശന പാസുകളുടെ ഓൺലൈൻ ലോഞ്ചിംഗ് കരുനാഗപ്പള്ളിയിൽ നടത്തി. ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്റർ സംഘാടക സമിതി യോഗത്തോടനുബന്ധിച്ചാണ് ഓൺലൈൻ പാസുകളുടെ ലോഞ്ചിംഗ് നടത്തിയത്. 4 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന നാടകത്തിന് 4000 പേർക്കാണ് ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ദിവസം പരമാവധി 1000 പേർക്ക് എന്ന ക്രമത്തിലാണ് പ്രവേശനം നൽകുക. ഓൺലൈനായും അല്ലാതെയും പ്രവേശന പാസുകൾ ബുക്ക് ചെയ്യാം. നാടക സംഘാടനത്തിന്റെ ഭാഗമായി ബഹുസ്വരതയുടെ സാംസ്കാരികോത്സവം എന്ന പേരിൽ വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. ഗ്രാവിറ്റി പ്രസിഡന്റ് B കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ഇതിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും വെച്ചിട്ടാണ് നമ്മൾ ഈ ബജറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇനി വലിയ ഒരു വെള്ളം ചേർത്തുകൊണ്ട് ഇതിനകത്ത് നമുക്ക് നടത്താൻ കഴിയില്ല. കാരണം ഇതിന്റെ ചെലവ് അത്ര ഭീമമായ ചെലവാണ്. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ ഈ നാടകം കളിച്ചിട്ടുള്ളൂ. എല്ലാവരും പിൻവാങ്ങുന്നത്, നമ്മളെക്കാൾ ശേഷിയുള്ള ഒട്ടേറെ സംഘടനകളുണ്ട്, പിൻവാങ്ങുന്നത് ഇതിന്റെ ചെലവ് കൊടുത്തിട്ട് തന്നെയാണ് പിൻവാങ്ങുന്നത്. സെക്രട്ടറി V വിമൽ റോയ് പരിപാടികൾ വിശദീകരിച്ചു. അൻവർ അലി മാഷിനെ നമ്മൾ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഗ്രാവിറ്റിയെ പറ്റി ഞാൻ കേട്ടു എന്നാണ്. കാരണം സാഹിത്യകാരന്മാർ കുറച്ചുപേർ മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ
സ്വൽപിയരുടെ മാഷ് വൈകാരികമായി ഒരു പോസ്റ്റ് എഴുതിയുണ്ടായി എന്നാണ് പറയുന്നത്. ആ പോസ്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ്? എൻ്റെ ഒരു പ്രഭാഷണം ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. വൈസ് പ്രസിഡന്റ് റസീന ഓൺലൈൻ ടിക്കറ്റ് പ്രമോഷൻ പദ്ധതി അവതരിപ്പിച്ചു. പരിപാടികളുടെ വിജയത്തിനായി വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. കമ്മിറ്റികളുടെ നിർദ്ദേശം എ സജീവ് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അരിപ്പ സമര ഭൂമിയിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന നടപടിക്ക് തുടക്കമായി. ഇതിനുശേഷം പ്രാദേശിക ഭൂസമരക്കാരുടെ സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി. നമ്മളെ മെമ്പറെ ഫോട്ടോ വെച്ച് ഞങ്ങൾക്ക് ഈ ഭൂമി കിട്ടുന്നതെന്ന് ഞങ്ങളെ തെറ്റിയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമി കിട്ടിയ ആ ഫോട്ടോ വെച്ച് ഞങ്ങൾക്കൊരു പ്രാർത്ഥന നടത്താൻ എല്ലാവരും കൂടെ സഹകരിക്കണം. അരിപ്പ ഭൂമിയിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന നടപടിക്ക് തുടക്കമായി. ഇതോടനുബന്ധിച്ച് പ്രാദേശിക ഭൂസമരക്കാരുടെ സ്പെഷ്യൽ കൺവെൻഷനും നടത്തി. ഭൂസമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. അരിപ്പ ഭൂസമരക്കാർക്ക് ഭൂമിക്കൊപ്പം വീടും അടിസ്ഥാന സൗകര്യങ്ങളും അനുവദിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നിരന്തരമായ സമരത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ട അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ ഈ ആവശ്യം പകുതിയായി എങ്കിലും അംഗീകരിക്കുന്നത്. ഞങ്ങൾ ഈ ആവശ്യം അംഗീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലുള്ളത് ഒരുപാട് അമ്മമാരും അച്ഛന്മാരും മരണപ്പെട്ടുപോയി. ഇനിയും ഈ 14 വർഷമായി സമരം ചെയ്യുന്നവർ പ്രതീക്ഷയറ്റ് മരണപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അവർക്ക് 10 സെന്റ് ഭൂമിയെങ്കിൽ ആ ഭൂമി വളരെ പെട്ടെന്ന് തന്നെ കൈമാറ്റം ചെയ്തുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഈ ജനിച്ച മണ്ണിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ച് മരിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരണം എന്നതാണ് ഞങ്ങൾക്ക് അധികൃതരോട് ആവശ്യപ്പെടുവാനുള്ളത്. ഇന്ന് RDOയും തഹസീൽദാരും ഉൾപ്പെടെയുള്ള സർവേ ടീം ഇവിടെ വന്നിട്ടുണ്ട്. അവരോടെല്ലാം ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. തുടർന്ന് ഗവൺമെന്റിലും അത്തരത്തിലുള്ള വിഷയവുമായി ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടേണ്ടത് MA ലത്തീഫ് കാക്ക, കുളത്തൂപ്പുഴയിലെ സീനിയർ കോൺഗ്രസ് നേതാവായിട്ടുള്ള MA ലത്തീഫ് കാക്കയാണ്. ഈ പ്രാദേശികമായി ഭൂമിയില്ലാത്ത ആളുകളെ അവരെ കൂട്ടി ഈ സമരത്തിന് അരിപ്പൽ പ്രാദേശിക ഭൂസമരം എന്ന് തുടക്കം കുറിച്ചത്. സമരസമിതി ജനറൽ കൺവീനർ ബദറുദ്ദീൻ ചോഴിക്കോട് അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സമരസമിതി കൺവീനറുമായ C സുഭിലാഷ് കുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈനബ ബിബി, കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സലീം ചോഴിയക്കോട്, സമരസമിതി നേതാക്കളായ ഫറൂഖ് ഖാൻ, സുലൈമാൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുനലൂർ RDOയുടെയും തഹസീൽദാരുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് സർവേ നടപടികൾ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്ത് 2020 പാർട്ടിയുടെ കൺവെൻഷൻ നടത്തി. പത്തനാപുരം ഉൾപ്പെടെ നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. പാർട്ടിയുടെ പത്തനാപുരം പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. പത്തനാപുരം ഉൾപ്പെടെ നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൺവെൻഷനിൽ തീരുമാനമായി. കിഴക്കമ്പലത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രചരണ രംഗത്ത് സജീവമാകാനും തീരുമാനമായി. കൺവെൻഷന് മുന്നോടിയായി നെടുമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും ശക്തി പ്രകടനവും നടന്നു. കൺവെൻഷനിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോജി മാത്യു ജോർജ് അധ്യക്ഷത വഹിച്ചു. ഇതൊന്നും ആലോചിക്കാതെ പണിഞ്ഞ് 5 വർഷമായി കഴിഞ്ഞ ആർക്കും വേണ്ടാത്തത് ലുലു മോളിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി. അവരെടുക്കരുത്, അവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കാൻ ആർക്കും വേണ്ടാത്തത് ഒരൊറ്റ ലക്ഷം വേണ്ട. അത് അവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുമ്പോൾ അത് വന്നാൽ തന്നെ പത്തനാപുരത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. വലിയ വലിയ സ്ഥാപനങ്ങളോട് വരണം, നമ്മളതിനെ സ്വാഗതം ചെയ്യും. ഇപ്പോഴതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, പലരും പലതും പറയുന്നു. അത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോ ഈ ഒരു ഭരണം അവർക്ക് അവരുടെ കാര്യം മാത്രം. ഈ മാർക്കറ്റ് പൊളിച്ചതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ മാർക്കറ്റ് പൊളിച്ചതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പത്തനാപുരത്ത് ബസ് സ്റ്റാൻഡിൽ നടന്നതാണ് കഞ്ചാവ് കൈകൊണ്ട് എവിടെ കൃഷ്ണൻ. ഡോക്ടർ പീറ്റർ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ഒരു മാറ്റം നമുക്കുണ്ടാകണ്ടേ? നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ആർക്കും തമ്മിൽ പരസ്പരം ഒരു വിശ്വാസമില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് നമ്മൾ നടക്കുന്നത്. ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പരസ്പരം നമുക്കൊരു സ്നേഹമോ
ഈ അവസ്ഥയിലാണ് കിഴക്കമ്പലത്തെ 2020 എന്ന പുസ്തകം ശ്രീ സാബു ജേക്കബിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. KS ബഷീർ, പ്രഭകുമാർ, ജോൺസൺ, സജി മാത്യു, വിജയകുമാർ പുന്നല, മാത്യു പി ജോർജ്, തിലകൻ തലവൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തുലാവർഷത്തിന് മുന്നോടിയായി മഴ കനക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ മഴ മുന്നറിയിപ്പ്. കായംകുളം പ്രവാസി ചാരിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. ചാരിറ്റി വാർഷികത്തോടനുബന്ധിച്ചാണ് വീട് നിർമ്മിച്ചു നൽകിയത്. സൗദി അറേബ്യയിലെ ദമാമിലുള്ള കായംകുളം നിവാസികളുടെ കൂട്ടായ്മയാണ് കായംകുളം പ്രവാസി ചാരിറ്റി. മത്സ്യം വില കുറച്ച് വിൽക്കുന്നതിലെ പക, യുവാവിനെ വീട് കയറി ആക്രമിച്ചു. ശാസ്താംകോട്ട ഭരണിക്കാവിൽ മത്സ്യവിൽപ്പന നടത്തുന്ന കണ്ണനാണ് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.